നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പെരിഞ്ഞനം RMVH സ്കൂൾ ജേതാക്കൾ. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിന് ഒന്നാം സ്ഥാനം. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായുള്ള നിയമസഭാ സമിതിയുടെ ജില്ലാതല സിറ്റിംഗ് നാട്ടികയിൽ നടന്നു. താന്യം മുനയത്ത് താൽക്കാലിക ബണ്ട് കെട്ടുവാൻ തീരുമാനമായി. ഗീതാ ഗോപി MLAയും ജനപ്രതിനിധികളും നിരാഹാര സമരം അവസാനിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ പെരിഞ്ഞനം RMVH സ്കൂൾ ജേതാക്കളായി. 137 പോയിന്റുകൾ നേടിയാണ് RMVH സ്കൂൾ കിരീടം ചൂടിയത്. 135 പോയിന്റ് നേടിയ നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് രണ്ടാം സ്ഥാനം. 126 പോയിന്റോടെ എടത്തിരുത്തി സെന്റ് ആൻസ് സ്കൂൾ ടീം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. UP വിഭാഗത്തിൽ 74 പോയിന്റ് നേടിയ എടത്തിരുത്തി സെന്റ് ആൻസ് സ്കൂൾ ടീമാണ് ഒന്നാം സ്ഥാനം നേടിയത്. 72 പോയിന്റുമായി പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിനാണ് രണ്ടാം സ്ഥാനം. 69 പോയിന്റോടെ വാടനപ്പള്ളി RCUP സ്കൂൾ മൂന്നാം സ്ഥാനത്തും എത്തി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ഒന്നാം സ്ഥാനം. വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനാണ് രണ്ടാം സ്ഥാനം ലഭിച്ചത്. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി. LP വിഭാഗത്തിൽ 47 പോയിന്റുമായി തളിക്കുളം SNV LP സ്കൂൾ ഒന്നാം സ്ഥാനം നേടി. 45 പോയിന്റുമായി എടത്തിരുത്തി സെന്റ് ആൻസ് സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത്. 43 പോയിന്റുമായി നാട്ടിക KM UP സ്കൂളിന് മൂന്നാം സ്ഥാനവും ലഭിച്ചു. സമാപന ചടങ്ങിൽ KV അബ്ദുൽ ഖാദർ MLA സമ്മാനദാനം നിർവഹിച്ചു. താന്യം മുനയത്ത് താൽക്കാലിക ബണ്ട് കെട്ടുവാൻ തീരുമാനമായി. ഇതേ തുടർന്ന് ഗീതാ ഗോപി MLAയും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും മുനയം ബണ്ടിന് സമീപം നടത്തി വന്നിരുന്ന അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി തിരുവനന്തപുരത്ത് VS സുനിൽകുമാർ MLA നടത്തിയ ചർച്ചയിലാണ് മുനയത്ത് ബണ്ട് കെട്ടുവാൻ തീരുമാനമായത്. താൽക്കാലിക ബണ്ട് നിർമ്മിക്കാമെന്നുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം സമരപ്പന്തലിലെത്തി MLAമാരായ ഡൊമിനിക് പ്രസന്റേഷൻ, TN പ്രതാപൻ, കളക്ടർ PM ഫ്രാൻസിസ് എന്നിവർ അറിയിച്ചതിനെ തുടർന്നാണ് ഗീതാ ഗോപി MLA അടക്കമുള്ള സമരക്കാർ നിരാഹാരം അവസാനിപ്പിച്ചത്. ഗീത പറഞ്ഞിട്ടാണ് ഒരു മാസം മുമ്പ് ഇവിടെ കമ്മിറ്റി ഞാൻ വെച്ചത്. പക്ഷെ ഇന്നലെ വൈകിട്ട് തന്നെ വിളിച്ച് പറഞ്ഞു ഞാനിങ്ങനെ ഒരു സമരമുഖത്താണ്, ഇന്നതാണ് കാര്യമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉടനെ വേണം, അപ്പൊ നിവൃത്തിയില്ലാത്തുള്ളത് പറഞ്ഞു. ഏതായാലും ശരി, ഒരു ജനപ്രതിനിധി അവരുടെ കടമ നിർവഹിക്കുന്നതിന് വേണ്ടി അവസാനത്തെ അടവാണ് കേട്ടോ അത്. അതെ, 19 അടവെന്ന് പറയും. അത് എടുത്ത് പ്രയോഗിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ തന്നെ ചെയ്യുന്ന അദ്ദേഹം ഡൽഹിയിലായിരുന്നു, അദ്ദേഹം ഉറങ്ങിയിട്ടില്ല. ഇന്നാണ് എത്തിയത്. കുറച്ചും ഫോണിൽ കിട്ടിയപ്പോഴേക്കും അദ്ദേഹം കല്യാണ വീട്ടിൽ വധുവന്മാരെ ഇവിടുന്ന് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ വിളിച്ച് പറഞ്ഞു. ഏതായാലും CS വിളിച്ച് ചീഫ് സെക്രട്ടറി അദ്ദേഹം പറഞ്ഞത് ഓർഡർ കൊടുക്കാൻ പറഞ്ഞു. ഇത് സാങ്കേതികത്വമാണ്. ഗവൺമെന്റിന്റെ ഇത്ര പെർസെന്റിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്ന നിബന്ധനയുണ്ട്. പക്ഷെ അതിലേക്ക് വളരെ എബോവാണ് വന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KK ശ്രീനിവാസൻ, ഷീല വിജയകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TB ഷാജി, അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് PR സുശീൽ ടീച്ചർ, ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാദേവ് എന്നിവരും MLAക്കൊപ്പം സമരപ്പന്തലിൽ നിരാഹാരം അനുഷ്ഠിച്ചിരുന്നു. അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ നൽകിയ നാരങ്ങാ വെള്ളം കുടിച്ച MLA ഉൾപ്പെടെയുള്ളവർ നിരാഹാര സമരം അവസാനിപ്പിക്കുകയായിരുന്നു. കയ്പമംഗലം കേര കർഷക സഹകരണ സംഘം ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ കാളമുറിയിൽ സ്ഥാപിച്ച തെരുവിളക്കിന്റെ ഉദ്ഘാടനം നടത്തി. പെരിഞ്ഞത്ത് ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 7 വയസ്സുകാരൻ നന്ദഗോപനാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. കേര കർഷക സഹകരണ സംഘം പ്രസിഡന്റ് KF ഡൊമിനിക് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, PMA ജബാർ, BS ശക്തിധരൻ, KG ദിലീപ്, സുരേഷ് കൊച്ചുവീട്ടിൽ, PM അബ്ദുൽ മജീദ്, സുനിത വിക്രമൻ തുടങ്ങിയവരും സംസാരിച്ചു. ചെയ്യാൻ ഉദ്ദേശിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം നാൾക്കുനാൾ ഈ കേരള സംഘം അനുദിനം പല മേഖലകളിലും വ്യാപിച്ച് നല്ല നിലയിൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ഭാരതീയാർ യൂണിവേഴ്സിറ്റിയുടെ ടെക്നോവ 2012 IT എക്സിബിഷൻ ആരംഭിച്ചു. സംഗീത സംവിധായകൻ രതീഷ് വേഗ ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജർ ഫാദർ ജോൺ പാലിയേക്കര അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പാൽ ഫാദർ ജോസ് തെക്കൻ, CK കുമാർ എന്നിവരും സംസാരിച്ചു. എക്സിബിഷൻ വെള്ളിയാഴ്ച സമാപിക്കും.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച NCP സംസ്ഥാന പ്രസിഡന്റ് TP പീതാംബരൻ നയിക്കുന്ന കർഷക രക്ഷായാത്രയ്ക്ക് തൃപ്രയാറിൽ സ്വീകരണം നൽകി. NCP നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണ ചടങ്ങ്. NCP നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് UK ഗോപാലൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ PK രാജൻ, P ഗോപിനാഥൻ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രഘു K മാരാത്ത്, CL ജോയ് എന്നിവരും സംസാരിച്ചു. കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ചല്ല പ്രയാസങ്ങൾ നേരിട്ട് അറിഞ്ഞിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ കൃഷിക്കാരെ സഹായിക്കണമെന്ന കാര്യത്തിൽ താല്പര്യമെടുക്കുന്ന ഒരാളാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ അദ്ദേഹം കാർഷിക മന്ത്രിയായി താല്പര്യമെടുക്കുന്നതിന് മുമ്പ് രാജ്യമൊട്ടുക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ ദിവസേന എന്നോളം പത്രങ്ങളിൽ കൃഷിക്കാരുടെ ആത്മഹത്യകളുടെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹം കൃഷിമന്ത്രിയായി ചുമതലയെടുത്തതിന് ശേഷം ഒരു കൊല്ലം കഴിഞ്ഞ ശേഷം പിന്നെ ഇതുവരെ മറ്റു സംസ്ഥാനങ്ങളിൽ കൃഷിക്കാരുടെ ആത്മഹത്യയെപ്പറ്റി വാർത്ത വരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ന് കൃഷി ഇന്ത്യ രാജ്യത്ത് ഒട്ടുക്ക് സമൃദ്ധമാണ്, വിളവ് സമൃദ്ധമാണ്, കൃഷിക്കാർ സന്തുഷ്ടരാണ്. നമ്മുടെ രാജ്യം ഇതുവരെ ഉൽപ്പാദിപ്പിച്ചതിൻ്റെ എത്രയോ ഇരട്ടി റെക്കോർഡ് ഉൽപ്പാദനമാണ് കഴിഞ്ഞ 2 വർഷം ഉണ്ടായിട്ടുള്ളത്. തൃപ്പയാർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ആധ്യാത്മിക സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. ഏകാദശി ദിവസമായ ഡിസംബർ 10 വരെയുള്ള 13 ദിവസങ്ങളിലായാണ് വിവിധ കലാപരിപാടികൾ അരങ്ങേറുക. സിനിമാ താരം മാളവിക മേനോൻ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണർ N സുകുമാരൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ P മുരളീധരൻ, സെക്രട്ടറി N രാജലക്ഷ്മി, കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് MCS മേനോൻ എന്നിവരും സംസാരിച്ചു. എനിക്ക് ഇവിടെ പങ്കെടുക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. അതുപോലെ തന്നെ എല്ലാ കൊല്ലത്തെയും പോലെ ഈ ഒരു ഉത്സവം നന്നായി നടക്കട്ടെ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.